സോ ഗൈസ്, വെൽക്കം ടു സർക്കുലേറ്റ്. ഞാനപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്ത് ജെറിയാണ്. ജെറീഷ്. ആൾക്ക് ഡോഗ്സിനെ പറ്റിയൊക്കെ കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം. ഹായ് ജിജു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഡോഗ് ഉണ്ട്. അപ്പം ദ ഫണ്ണി പാർട്ട് ഈസ് അവൻ്റെ ഡോഗ് അവനെപ്പോഴും കൺസേൺ ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഡോഗ് അവൻ്റെ കൂടെ അല്ലെങ്കിൽ അവൻ പറയുന്നത് കേൾക്കുന്നില്ല, പക്ഷേ മറ്റുള്ളവർ പറയുന്നതൊക്കെ ആ ഡോഗ് ഉൾക്കൊള്ളുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ബിഹേവിയർ ഡോഗിൻ്റെ അടുത്ത്? മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ അവര് പറയുന്നത് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഓഫ് മെനി റീസൺസ്. ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പട്ടിയോട് വളരെ സ്നേഹമൊക്കെ ഉള്ള ആളായിരിക്കാം, പക്ഷെ ആളുടെ പട്ടിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ വരുന്ന ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഫൈൻസ് ഇവരെക്കാളും കൂടുതൽ ഫണ്ണായിട്ട് ഡോഗിന് ചിലപ്പോൾ തോന്നും. ഇപ്പോൾ ഞാൻ എൻ്റെ ഡോഗ്സിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ഹാവ് ദിസ് ജർമ്മൻ ഷെപ്പേർഡ് ഫ്രേയ. ഫ്രേയ കൂടിന് പുറത്ത് വരുന്ന സമയത്ത് ചേസ് ജാക്ക് റസൽ ടെറിയർ അവൻ പുറത്തുണ്ടെങ്കിൽ ഫ്രേയ എപ്പോഴും കളിക്കുന്നത് അവൻ്റെ കൂടെ ആയിരിക്കും. ബിക്കോസ് നമുക്ക് എന്തായാലും പട്ടിയുടെ കൂടെ ഓടി കിടന്ന് തിരിച്ച് കടിക്കാനും ഒന്നുമുള്ള കഴിവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പട്ടിയാണ് അവർക്ക് പറ്റിയൊരു കളിക്കൂട്ടുകാരൻ. അവരുടെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ ചേസ് വിൽ ടീച്ച് ഹർ മെനി തിങ്സ്. ദ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ്, ഈ വരുന്ന ആളുകൾ കുറച്ചും കൂടെ പട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മേ ബി ദേ ആർ മോർ ഫൺ ഫോർ ദ ഡോഗ്. അതായിരിക്കും അതിന്റെ റീസൺ. അപ്പൊ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അതേപോലെ തന്നെ അവർക്ക് അഡ്വൈസ് കൊടുക്കാന്ന് പറഞ്ഞാല് കൂടുതൽ ടൈം ഡോഗിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ ഡോഗിന് ഫുഡ് കൊടുക്കുന്നത് മാത്രമല്ല ഡോഗിന് സ്നേഹം ഉണ്ടാക്കുന്ന സാധനം. യു ഹാവ് ടു പ്ലേ വിത്ത് ദ ഡോഗ്. പട്ടിയായിട്ട് കളിക്കുമ്പോഴാണ് അതിന് നമ്മൾ കുട്ടികളുടെ കൂട്ട് തന്നെ അവർക്ക് അവരുടെ കൂടെ കളിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ ആണല്ലോ അവർക്ക് സഹകരിക്കാൻ താല്പര്യം. സെയിം വിത്ത് ഡോഗ്സ്. സോ യു ഹാവ് ടു പ്ലേ വിത്ത് ദ ഡോഗ്സ്. തീർച്ചയായിട്ടും. എന്തായാലും ഈ അഡ്വൈസ് ഞാൻ അവനക്ക് പാസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ജിജോ, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാലങ്ങളായി ഞാൻ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ ഡോഗ്സിനെ കാണുന്നു. ഐ തിങ്ക് അറൌണ്ട് 4 dogs യു ഹാവ്. അപ്പോൾ ഞാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ കാണുന്ന വെച്ചാൽ നല്ല മക്കള് ബിഹേവ് ചെയ്യുന്ന പോലെ നല്ല ബിഹേവിയർ ആയിട്ട് ഞാൻ അവരെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പുറമേ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണോ, അതോ ഈ 4 ആൾക്കാരെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാനും അവരെ വളർത്തി കൊണ്ടുപോകാനും, ഒരു മക്കളെ വളർത്തുമ്പോൾ നമ്മൾക്കറിയാം എത്രത്തോളം കഷ്ടപ്പാടുണ്ട്, പുറമേ മാത്രം കാണുന്ന പോലെ അല്ല. ബട്ട് അതുപോലെ തന്നെയാണോ ഒരു ഡോഗ്സ്, ഈ പറഞ്ഞ പോലെ 4 ഡോഗ്സിനെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? അതിനെ പറ്റി ഒന്ന് ശരിയാവും. ഭയങ്കര പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ 4 ഡോഗും ഷെഡ് ചെയ്യുന്ന ടൈപ്പാണ്. ഷിവാവ വിൽ ഷെഡ്, ജാക്ക് റസൽ ടെറിയർ വിൽ ഷെഡ്, ഹെവിലി ഷെഡ്. അതായത് രോമം കുറവാണെങ്കിലും, അതെ, വളരെ കുറച്ചേ കാണുന്നു, രോമം കുറച്ചേ ഉള്ളെങ്കിലും ഇയർലി ത്രൂ ഔട്ട് ഷെഡ് ചെയ്യും. പിന്നൊരു 2 പ്രാവശ്യം നല്ല രീതിയിൽ ഷെഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ ഹെയർ കാണും. സൈസ് ഒരു 6 കിലോ ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു കുറവുണ്ട്. പക്ഷേ ദ ഷെപ്പേർഡ്സ് വിൽ ഷെഡ്. മെലിനോ ത്രൂ ഔട്ട് ചെറിയ രീതിയിൽ ഷെഡ് ചെയ്യും. ഇയർലി 2 times നല്ലൊരു ഷെഡ് ചെയ്യും. അപ്പം ഒരുപക്ഷെ വീടിനകത്ത് നമ്മൾ ഡോഗിനെ വെക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെഡിങ്. ദെൻ ദ ജർമ്മൻ ഷെപ്പേർഡ് ഷെഡ്സ്. ഇപ്പോൾ നമ്മൾ ഈ ഡോഗ്സ് ഒക്കെ ഷെഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഈ വീട്ടിൽ വെക്കാൻ വേണ്ടി, അതായത് ഫാമിലീസിനൊക്കെ എന്താ പറയണ്ടേ, വളർത്തി കൊണ്ടുപോകാൻ വീടിൻ്റെ അകത്ത്, ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണ്, മോസ്റ്റ് ഓഫ് ദം ഹാവ് ഫ്ലാറ്റ്സ്, അല്ലെങ്കിൽ ചെറിയ വില്ലാസ് ആയിരിക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ വളർത്താൻ പറ്റിയ ഡോഗ്സ്, അത് സ്മോൾ ബ്രീഡ്സ് ലൈക്ക് യുനോ മാൾട്ടീസ്, പിന്നെ പൂഡിൽസ്, ടോയ് പൂഡിൽസും മാൾട്ടീസും ബിഷോൺസ് ഒരുപാട് ഷെഡ് ചെയ്യാത്ത. അതൊരു ഈ ആ ഡോഗ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ട് ഈ ഷെപ്പേർഡ്സിൻ്റെ ഒന്നും കൂട്ട് ഷെഡ് ചെയ്യുന്ന അല്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹ്യൂമൻ ഹെയർ പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്ത് നിർത്തണം. അത് വളരും, നമ്മുടെ മുടി വളരുന്ന പോലെ വളരും. അപ്പോൾ ആ സമയത്ത് അതിനെ കറക്റ്റായിട്ട് ഗ്രൂം ചെയ്ത് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഷെപ്പേർഡ്സ് മറ്റുള്ള ഷെഡ് ചെയ്യുന്ന ഡോഗ്സ് ആണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. ഈ രോമം കൊഴിയുന്നേ ഉള്ളൂ. അത് നമ്മൾ കറക്റ്റ് മാനേജ് ചെയ്യുമെങ്കിൽ ഗ്രൂമിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ കുളിപ്പിക്കാനാണെങ്കിൽ നമുക്ക് തന്നെ കുളിപ്പിക്കുകയും ചെയ്യാം. രോമം ഉണ്ട്, 2 കോട്ട്, അതിനൊരു പുറത്തൊരു ലോങ് ഹെയർ കോട്ടും ഉണ്ട്, ഒരു അണ്ടർ കോട്ടും ഉണ്ട് ഈ ഷെപ്പേർഡ്സിനൊക്കെ. ജാക്ക് റസൽ ടെറിയേഴ്സിനൊക്കെ ഒരു സിംഗിൾ കോട്ടാണ്, 2 കോട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രോമത്തിൻ്റെ അളവ് മറ്റേതിനെ അപേക്ഷിച്ച് കുറവാണ്.
അതേപോലെ ഭയങ്കരമായിട്ട് ഷെഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹസ്കി. ഇവിടെ ആളുകൾ പലരും വളർത്തുന്ന ഒരു ബ്രീഡാണ് ബ്യൂട്ടിഫുൾ. പക്ഷെ ആ കാണാനുള്ള ഭംഗിക്ക് അവർ വീടിനകത്താണ് വളർത്തുന്നതെങ്കിൽ അവർ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ദ ഹെയർ, ഒരു വലിയ മെത്ത ഉണ്ടാക്കാനുള്ള ഹെയർ ഒരു ഷെഡിങ് കഴിയുമ്പോൾ കിട്ടും. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് കാറ്റുണ്ട്. അപ്പം ഈ കാറ്റിൻ്റെ തന്നെ ഷെഡിങ് ശരിക്കും പറഞ്ഞാൽ സ്കോട്ടിഷ് ഫോൾഡാണ് എൻ്റെ ഇടയിലുള്ളത്. ഷെഡിങ് ഉണ്ടാകുന്ന സമയത്ത് വളരെ ഡിഫിക്കൽട്ടാണ് അത് മെയിൻ. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഇതേപോലെ പപ്പീസിനൊക്കെ വെക്കുന്നത്. ബട്ട് വെൻ യു സെഡ് പൂഡിൽ ഐ തോട്ട് അവർ നല്ലോണം ഷെഡ് ചെയ്യുന്ന ഒരു ബ്രീഡാണെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം അത് കാണുമ്പോൾ നല്ലൊരു ഹെയറി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി നൈസ് ഡോഗ്. ഐ ഹാവ് 4. എനിക്ക് ആഗ്രഹമുണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീട്ടിന് ഒരു കാവൽക്കാരനായിട്ട് ഓക്കെ ഒരു ഡോഗിനെ വെക്കണം എന്നുള്ളത്. കാരണം നമ്മളെ വീട്ടിന് ചുറ്റുവട്ടം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഡോഗ് വെക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഏത് ബ്രീഡായിരിക്കും സജസ്റ്റ് ചെയ്യാം? CCTV. ഒരു CCTV ഓക്കെ, അതുണ്ട്. CCTV ആയിട്ട് ആക്ട് ചെയ്യാനും അതേപോലെ നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഏതെങ്കിലും ബ്രീഡ് ഉണ്ടോ? CCTVയുടെ അത്രയും പ്രൊട്ടക്ഷൻ ഡോഗിന് തരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ട്രെയിൻ ദം പ്രോപ്പർലി. ഡോഗിനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം. ഒരു ഇൻട്രൂഡർ വന്നു കഴിഞ്ഞാൽ കുരയ്ക്കും. എല്ലാ ഡോഗ്സും നല്ല ഒട്ടുമിക്ക ഡോഗ്സും ഒരു അപരിചിതനെ കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പേടിച്ചെങ്കിലും കുരയ്ക്കാത്ത ഡോഗ്സും ഉണ്ട്. അപ്പോൾ കുര മാത്രമല്ല, ഒരു ഇൻട്രൂഡർ അകത്ത് വന്നു കഴിഞ്ഞാൽ അയാളെ പേടിയില്ലാതെ എങ്ങനെ നേരിടണം എന്നുള്ളത് ആ ഡോഗിനെ പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ്. ഒരാളെ വരുന്ന ഒരു ഇൻട്രൂഡറെ പട്ടി ധൈര്യത്തെ കടിക്കണമെന്നുണ്ടെങ്കിൽ പട്ടിക്ക് നല്ല അസാമാന്യമായ ധൈര്യം വേണം. ബിക്കോസ് ഇറച്ചിയിലോട്ടാണ് കടിക്കുന്നത്. അപ്പോൾ അത് നമ്മളതിനെ ഒരു ട്രെയിനിങ്ങിലൂടെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളതിനെ സ്ലീവുകളിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളിട്ട് സ്യൂട്ടുകളിട്ട് കടിച്ച് പഠിപ്പിച്ച ശേഷം ആ പട്ടിക്കതിനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ കടിക്കണം, ലൈക്ക് ചുമ്മാ ഇങ്ങനെ വന്നിട്ട് വെറുതെ കപ്പിയിട്ട് പോകാമെന്നോ അതോ പ്രോപ്പറായിട്ട് ഫുൾ മൗത്ത് കയറ്റി കടിച്ച് പിടിക്കുവാണെന്നുള്ളത്. അതിൻ്റെ നമ്മളൊരു അടി അടിച്ചാലും ആ പിടി വിടുവോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊരു കുട്ടിയെ കരോട്ട പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മക്കള് കുംഫു പഠിക്കുന്നില്ല. അപ്പോൾ അവർ സ്പാർ ചെയ്യാറുണ്ട്. വൈ ദേ സ്പാർ ചെയ്യാതെ അവർക്കൊരു റിയൽ ഫൈറ്റിൽ പെട്ടെന്നൊരു അടി വരുമ്പോഴത്തേക്കും ഒരു ഇടി കൊള്ളുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും. സോ സെയിം തിങ് വി ഡു വിത്ത് പ്രൊട്ടക്ഷൻ ഡോഗ്സ്. അപ്പം പ്രൊട്ടക്ഷൻ ഡോഗ്സിന് നമ്മളപ്പോൾ ആ പ്രൊട്ടക്ഷൻ പഠിപ്പിച്ച ഒരു തോക്ക് കയ്യിലുള്ള പോലെ നമ്മളത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വെടി കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കടി പഠിപ്പിച്ചൊരു ഡോഗിനെ നമ്മൾ ശരിയായിട്ട് കൺട്രോൾ ചെയ്യാനും പഠിക്കണം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കടി മേടിക്കും. അങ്ങനെ നമ്മുടെ ഡോഗ് ഇതേപോലെ ഒരു കളനാവാം, അല്ലെങ്കിൽ വീട്ടില് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് കയറി വരുന്നവരാവാം. അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും നാട്ടിൽ കേസാണോ? ഡോഗിനെതിരെ കേസുണ്ടോ അതോ ഡോഗ് വളർത്തുന്നവർക്കെതിരെ കേസാണോ? നമ്മുടെ വീട്ടില് നമ്മുടെ അനുവാദം ഇല്ലാതെ കയറി ഒരാളെ പട്ടി കടിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് കേസ്, എനിക്കറിയത്തില്ല കേസുണ്ടോ. കേസ് കൊടുത്തിട്ട് ന്യായമല്ല. ബിക്കോസ് നമുക്ക് കോളിംഗ് ബില്ലുണ്ട്, അല്ലെങ്കിൽ പുറത്ത് നിന്ന് വിളിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിലെ പട്ടി പുറത്ത് പോയിട്ട് അതിന് തീർച്ചയായിട്ടും കേസ് എടുക്കണം. കാരണം നമ്മുടെ പട്ടി നമ്മുടെ ഉത്തരവാദിത്തം. നമുക്ക് പട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ വലിയ ഡോഗ്സ് ഒക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഡോഗ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ കടിച്ചു കൊല്ലും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും അനിമൽസിനെ ആക്രമിക്കും. അതെ. ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിരുന്നു ഫ്രയ അല്ലെങ്കിൽ അഫൂർണ, നിങ്ങൾ ഈ ഡോഗ്സിനൊക്കെ എടുത്തിട്ട് പുറത്ത് സ്ട്രീറ്റിൽ വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. അങ്ങനെ വാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതേപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? അവർ ആൾക്കാരായിട്ട് എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ? ബേസിക്കലി ഇൻ ദിസ് കൺട്രി, ഇൻ ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കീപ്പ് എ ഡോഗ്. ബിക്കോസ് നിങ്ങൾക്ക് ഒരിക്കലും തെരുവിൽ ഒരു നായയെ പോലും കാണാൻ പറ്റത്തില്ല. അക്സെപ്റ്റൻസ് കുറവാണ്. ദർ ആർ 0 ഡോഗ്സ് ഇൻ ദ സ്ട്രീറ്റ്. ഓക്കെ. ആകെ നിങ്ങൾ ഡോഗ്സിനെ കാണുന്നത് കുറച്ച് ആളൊഴിഞ്ഞ ഏരിയകളിൽ വളരെ ചെറിയൊരു പോപ്പുലേഷൻ ഡോഗ്സിനെ കാണും. അത് അവർ ചെയ്യുന്ന ഇറ്റ്സ് ഫോർ എ റീസൺ ഓൾസോ. ലൈക്ക് യുനോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യൻ മൈനെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു വാർത്ത നമ്മൾ കണ്ടാണ്. ആളുകളത് ലൈക്ക് യുനോ എന്തിനാ ഇന്ത്യൻ മൈനെ കൊല്ലുന്നത്? ഇന്ത്യൻ മൈന ഈസ് ആൻ ഇൻവേസീവ് സ്പീഷീസ് ഹിയർ. ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പുറത്തുനിന്ന് ഇവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ട ശേഷം അതിവിടെ വളരെ കൂടുതലായിട്ട് ബ്രീഡ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിന് പ്രെഡേറ്റർ ഇല്ല, അതിനെ പിടിച്ചതിനായിട്ടൊരു സാധനമില്ല. അപ്പോൾ ഇവൻ മറ്റു പക്ഷികളുടെ കൂട്ടിനകത്ത് കയറി അതിൻ്റെ മുട്ട കഴിക്കും, അതിൻ്റെ നെസ്റ്റ്
നശിപ്പിച്ച് കളയും. അപ്പോൾ ഡോഗ്സും ഇവിടെ കൈൻഡ് ഓഫ് ഡോഗ്സിന് നാച്ചുറലായിട്ട് ഇവിടെ കഴിക്കാനായിട്ട് ഒരു സാധനമില്ല. ഒരു സ്നോ ഫുഡ് നമ്മുടെ നാട്ടിലെ പോലല്ല. മാലിന്യം വലിച്ചെറിയുന്നില്ല ഇവിടെ. മാലിന്യം എല്ലാം കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് ഒന്നും പോലും ജീവിക്കാൻ പട്ടിക്ക് പറ്റത്തില്ല. അപ്പോൾ പട്ടി ഇവിടെ ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞിട്ട് വളരെ റിമോട്ടായിട്ടുള്ള ചില ഈ ലേബർ ക്യാമ്പുകളുടെയൊക്കെ അടുത്തോ ഒക്കെ അവിടെ കുറച്ച് ഫുഡ് കിട്ടുന്നതുകൊണ്ട് നിൽക്കുന്നത് മാത്രം. പക്ഷെ ഇവിടെ അടിപൊളിയായിട്ട് അതിന് പകരം ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. ഏതാ? പൂച്ച. പൂച്ച. അതുകൊണ്ട് എവറി 10 feet you will find a cat. ഒരു ഡോഗിനെ കൊണ്ട് വാക്ക് ചെയ്യാൻ പോകുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ബിക്കോസ് ഡോഗ്സിൻ്റെ ജെനറ്റിക്സിലുണ്ട് ഈ സാധനം. പൂച്ച പോലെ എന്തെങ്കിലും ഒരു സാധനത്തെ അവൻ ഓടിച്ചിട്ട് പിടിച്ചിരിക്കും. അത് അതിനകത്തുനിന്ന് പട്ടിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമോ നമ്മൾ കളിക്കുന്ന കളിയോ ഒന്നുമല്ല. ഒരു സാധനത്തെ ചേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീനിലുള്ളൊരു സംഭവമാണ് അത്. നമ്മൾ ട്രെയിൻഡ് ഡോഗ് ആണെങ്കിൽ CCTVക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രെയിൻഡ് ഡോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ഡോഗ്സിനും നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കാവൽക്കാരനായിട്ട് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി അവർക്കുണ്ടോ? അല്ല അതിന് സ്പെഷ്യൽ ബ്രീഡുകളുണ്ടോ? വീട് കാവലെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാക്കേണ്ടത് ഒരു വലിയ പ്രോപ്പർട്ടിയാണോ അതോ ജസ്റ്റ് ദ ഹൗസ് ആണോ എന്നുള്ളതാണ്. വലിയ പ്രോപ്പർട്ടികളൊക്കെ ഗാർഡ് ചെയ്യാനായിട്ട് വലിയ ബ്രീഡുകൾ, കേനക്കോസോ ഡോഗോ അർജന്റീനോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും പന്നികളും മറ്റു പല ക്ഷുദ്രജീവികളെന്ന് നമ്മൾ എല്ലാം ഭൂമിയുടെ അവകാശികളാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് തുറന്ന് കയറുമ്പോൾ വി കൊളൈഡ് വിത്ത് ദെയർ ടെറിട്ടറീസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് പന്നികൾ കൂട്ടമായിട്ട് വരുന്നു. അപ്പോൾ അതിനെയൊക്കെ തുരത്താനായിട്ട് വലിയ മാസ്റ്റിഫുകൾ, പക്ഷേ മാസ്റ്റിഫുകൾ എന്ന് പറഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് സോഷ്യലൈസ് ചെയ്ത് അതിനെ എന്ത് പണിയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് കറക്റ്റായിട്ട് പഠിപ്പിക്കണം. അല്ലെങ്കിൽ അതിന് പണി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് പന്നിയെ കടിക്കുന്നതിന് പകരം ചിലപ്പം മനുഷ്യനെ ആയിരിക്കും കടിക്കുന്നത്. പ്രൊട്ടക്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ദർ ക്യാൻ ബി ഗാർഡ് ഡോഗ്സ് ആൻഡ് ദർ ക്യാൻ ബി വാച്ച് ഡോഗ്സ്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീടിന് ഏറ്റവും നല്ലത് വാച്ച് ഡോഗാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡ് ഡോഗ് ആണെങ്കിൽ ഓക്കെ ആളെ അവിടെ പിടിച്ചു നിർത്തും, അകത്തോട്ട് വിടത്തില്ല, ആള് കൈകാര്യം ചെയ്യും. ഗാർഡ് ഡോഗ് ആണെങ്കിൽ ഇഫ് ദാറ്റ്സ് എ വാച്ച് ഡോഗ് അവൻ നമ്മളോടൊന്ന് പറയും, അതായത് നമ്മളെ അലേർട്ട് ചെയ്യും. അതിന് ഏറ്റവും നല്ലത് ഇൻഡോറിൽ വളർത്തുന്ന ചെറിയ ബ്രീഡ്. ഈവൻ മൈ ചിവാവ ഏത് രാത്രിയിലും ഏത് സമയത്തും നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ വിൽ അലേർട്ട് മീ. പക്ഷെ പള്ളി അകത്ത് വന്നു കഴിഞ്ഞാലും അവൻ കടിക്കാൻ ശ്രമിക്കും. പക്ഷെ അയാൾ ഒരു കാലെടുത്ത് ഒരു തട്ട് കെട്ടി കഴിഞ്ഞാൽ അതിന്റെ പല്ല് ഒരു കൊച്ചൊരു എലിയുടെ അത്രയേ ഉള്ളൂ, പല്ല് 2 കിലോയേ ഉള്ളൂ. പക്ഷെ ഹി ഹാവ് എ ഹാർട്ട് ഓഫ് എ ബിഗ് ഡോഗ്. അത് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ഫസ്റ്റ് പേടിപ്പിച്ച പുള്ളിക്കാരനാണ് ആദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം പോയി പേടിപ്പിക്കും. റെസ്പെക്ട് മീ. ആളുകൾ ഒരിക്കലും ചെറിയ ഡോഗ് അല്ലേ പോയി എടുക്കാതെ അങ്ങനെ കുറെ പേർ കടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ട്രീറ്റ് ഹിം ലൈക്ക് എനി അതർ ഡോഗ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനായിട്ട് കൂടുതൽ അടുത്തത് ഈ പറഞ്ഞ പോലെ അഫൂറും മാക്സും ആണ്. നമ്മുടെ നാട്ടിൽ പറയാനുള്ള ഒരു ചൊല്ലുണ്ട്, കടിക്കുന്ന പട്ടി കുരക്കില്ല, കുരക്കുന്ന പട്ടി കടിക്കില്ല. അതിൽ വല്ല വാസ്തവമുണ്ടോ? അതിൽ വാസ്തവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ലൈക്ക് ഇപ്പം ചില പട്ടികൾ നമ്മളിപ്പോൾ ഒരു ഡോഗിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പേടിച്ചിട്ട് നിൽക്കുമായിരിക്കും. പേടിച്ചിട്ട് നിന്നിട്ട് കുരയ്ക്കത്തില്ല, പേടി കൊണ്ട് കുരയ്ക്കത്തില്ല. പക്ഷെ ദെൻ ഇഫ് യു അപ്രോച്ച് ദ ഡോഗ് മോർ അവൻ്റെ ഫിയർ കൂടി വരും. അപ്പോൾ ഡോഗ്സിന് ഒരു സിസ്റ്റം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ആൻഡ് ദെർ ആർ 2 more, ഫ്രീസ് ആൻഡ് ദെൻ ഫിഡ്ജറ്റിങ് അറൗണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റാണ് ഈസി, ഓടിപ്പോവുക. നമ്മൾ തെരുവിൽ നമ്മളൊരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കല്ലെടുത്ത് കഴിഞ്ഞാൽ ഓടിപ്പോവുക. സെക്കൻഡ് ഈസ് ഫൈറ്റ്. ചില സാഹചര്യങ്ങളിൽ പട്ടി ആളുകളുമായിട്ട് ഫൈറ്റ് ഉണ്ടാവും, ഭക്ഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ടെറിട്ടറിക്ക് വേണ്ടിയൊക്കെ ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഫൈറ്റ് ഇറ്റ്സ് വൺ ഓപ്ഷൻ. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രീസ് ആവും. ചില പട്ടികൾ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഫുള്ള് അനങ്ങാൻ പറ്റാതെ നിന്ന് ഫ്രീസായി പോകും. പിന്നെ ചില പട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടം കളിക്കും, ദേ ജസ്റ്റ് ഫക്ക് അറൗണ്ട്. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ്. ഇത് രണ്ടും ചെയ്യുന്ന പട്ടികളുണ്ട്, കുരയ്ക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും. ട്രെയിൻ ചെയ്ത ഡോഗ്സ് ആണെങ്കിൽ, പ്രോപ്പറായിട്ട് ബൈ ട്രെയിൻ ചെയ്ത ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അവരാദ്യം കുരയ്ക്കും, ദേ വിൽ വാൺ യു പ്രോപ്പർലി. എന്നിട്ട് പിന്നെയും
വിത്ത് ക്യൂ നമ്മൾ കൊടുക്കുന്ന അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു ക്യൂവോ അല്ലെങ്കിൽ ഡോഗ് ചിലപ്പോൾ അതിൻ്റെ ഓൺ ഡിസിഷൻ നമ്മൾ അതിൻ്റെ ഹാൻഡ്ലർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രൂഡറിനെ ഡോഗ് കറക്റ്റായിട്ട് ബൈറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴാണ് ഈ ഡോഗ്സിനോടുള്ള ഒരു ഇഷ്ടം വന്നു? ഡോഗ്സ് ഇഷ്ടമാണോ? എനിക്ക് എല്ലാ ജീവികളോടും ബേസിക്കലി. അതെ, നമ്മളെ കണക്ട് ചെയ്ത് തന്നെ ഒരു പെറ്റ്സ് ആണല്ലോ. എനിക്ക് നമ്മൾ ഫിഷിലാണ് എല്ലാ പ്രാണികൾ ഉൾപ്പെടെ വേട്ടാവളിയനൊക്കെ ഇങ്ങനെ കൂട് വെക്കുന്നത് എവറിത്തിങ്, ബംബിൾ ബി, മണ്ണര, മീന്, റെപ്റ്റൈൽസ് എനിക്ക് ഒത്തിരി സ്റ്റിൽ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. സോ അതിനകത്ത് എല്ലാ ജീവികളുമായിട്ട് ഇടപഴകിയതിൽ ഏറ്റവും റിവാർഡിങ് ആയിട്ടുള്ള ജീവി ഡോഗാണ്. ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ്, നമ്മളെ ശരിയായിട്ട് മനസ്സിലാവും. ചെറുപ്പത്തിൽ ഞാൻ ഡോഗിനെ വേണമെന്ന് പറയുമ്പം ഫാദർ പറയും നമുക്ക് മതിലൊന്നുമില്ല, വീടിനും ചുറ്റുമതിലില്ല, അപ്പോൾ ഡോഗ് പോയി ആരെങ്കിലും കടിക്കും. അപ്പം പുള്ളിക്ക് അറിയാം നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുന്ന ഡോഗ് നമ്മുടെ ബൗണ്ടറി കയറുന്ന ഒരാളെ കടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ അതൊരു വലിയൊരു, എല്ലാവരും ഭയങ്കര തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലൊക്കെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ പക്ഷേ എന്നിട്ട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു, സ്വർണ്ണമാല. ഞാനത് 2500 രൂപയ്ക്ക് പണയം വെച്ചിട്ട് ഞാനൊരു ജർമ്മൻ ഷെപ്പേർഡിനെ മേടിച്ചു. പ്രോപ്പർ ഷേപ്പുള്ള, നമ്മുടെ നാട്ടിൽ കാണുന്നതിനോട്ട് ഇങ്ങനെ വളഞ്ഞോന്തുളുക്കി പോലത്തെ ഷോ ജർമ്മൻ ഷെപ്പേർഡല്ല, പ്രോപ്പർ വർക്കിംഗ് ജർമ്മൻ ഷെപ്പേർഡ്. ആർമിയിൽ ഉള്ളൊരു പുള്ളി, ആർമിയിലെ ഡോഗ്സിനെ അവിടുന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പുള്ളി ബ്രീഡ് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ എനിക്ക് അതിനകത്തൊരു മെയിലിനെ കിട്ടി. അമേസിങ് മെയിൽ, റോക്കി എന്നായിരുന്നു എൻ്റെ പേര്. ഞാൻ ആ ഡോഗിനെ വെച്ചിട്ടാണ്, അത് പല മിസ്റ്റേക്കുകളും ട്രെയിനിങ്ങിനെ പറ്റി നമുക്ക് വലിയ ധാരണ പോലും ഇല്ല. എന്നാലും അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, ട്രെയിനിങ്ങിൻ്റെ ഇതിൽ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എന്ത് ഭക്ഷണം കൊടുക്കണമെന്ന് അറിയത്തില്ല. നമ്മളന്ന് എല്ലാവരും പറയും മഞ്ഞൾ, ചിലർ പറഞ്ഞു വെളുത്തുള്ളി നല്ലതാണ് വയറ്റിലെ അസുഖങ്ങൾക്ക്. ആക്ച്വലി വെളുത്തുള്ളി ഒന്നും ഡോഗ്സിന് അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷെ ആ ഡോഗിന് അത് ഇറ്റ് ലീവ്ഡ് ഫോർ 10 years. പക്ഷെ സ്റ്റിൽ ദ ഡയറ്റ് വാസ് നോട്ട് കറക്റ്റ്. നമുക്കന്ന് ഡോഗ് ഫുഡൊന്നും മേടിക്കാനുള്ള പൈസയില്ല. അപ്പം ഈ പശുവിൻ്റെയൊക്കെ, അതായത് ഈ മാടിനെ വെട്ടുന്നതിൻ്റെ വേസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ വെട്ടി എരിഞ്ഞ് അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷെ ഞാനും ഫാദറും അത് ചെയ്യുമായിരുന്നു കുറേ നാൾ. ഡോഗിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാണ് സംഭവം. അത് നമ്മൾ അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റണം. ഒരു ബിഗ് ഡോഗ് ലൈക്ക് ജർമ്മൻ ഷെപ്പേർഡ് ഓർ ഡോബർമാൻ, എന്നെ ഭയങ്കര വർക്കിംഗ് ഡോഗിന്റെ കാര്യം പറയണ്ട. ഞാൻ പറയുന്നത് ദെൻ അഗെയിൻ പീപ്പിൾ ഗോ ഫോർ ബിഗർ ഡോഗ്സ്. നമ്മുടെ നാട്ടിലൊരു ട്രെൻഡാണ് വലിയ പട്ടി. വലിയ പട്ടി കണ്ടാ പേടിക്കണം. ഇതാണ് എല്ലാവരുടെയും ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് കൊണ്ടുവരുന്ന ബ്രീഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഡോഗ്സാണ്. ആളുകൾക്ക് പറ്റത്തില്ലെന്നല്ല, നല്ല നോക്കുന്ന ആളുകളുണ്ട്, അതെല്ലാവർക്കും പറ്റത്തില്ല. ഇറ്റ് ഹാവ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെന്റ്. ലൈക്ക് ഒരു കുതിരയെ കൊണ്ടുവരാൻ പറ്റും എല്ലാവർക്കും ഇല്ല, അതേപോലെ. അപ്പോൾ ഒരു ഡോഗിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഏത് ബ്രീഡിനാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ള നല്ലൊരു ഐഡിയ ഉണ്ടായിട്ട് വേണം നമ്മളൊരു ഇതിന് മുന്നിലേക്ക് എടുത്തത്. അല്ലാണ്ട് എവിടെന്നെങ്കിലും ഒരു ഡോഗിനെ കിട്ടി ഇതിന് ഞാൻ വളർത്താം എന്നുള്ള നിങ്ങളുടെ ജീവിതം മൊത്തം നിങ്ങൾ ഈ ഡോഗിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറും. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിന്റെ വിട്ട് നിങ്ങളുടെ പഴയ പരിപാടികളൊന്നും നടക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു 1 hour അപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി നിങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ട് മാറും. അങ്ങനെയാണ് പലതും. എല്ലാവരും പോയി ഈ പപ്പി ലവ് ഉണ്ട്. പട്ടിക്കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്ക് അതിന്റെ കണ്ണിനകത്ത് ഈ മനുഷ്യന്റെ കൂട്ട് കണ്ണിന് വൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഇറ്റ് റിസംബിൾസ് ലൈക്ക് എ ഹ്യൂമൻ ബേബി. പിന്നെ അതിന്റെ സൗണ്ടും അതിന്റെ ഇമോഷൻസും ഒക്കെ കാണുമ്പോഴത്തേക്ക് ആളുകൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ആ കൗതുകത്തിൽ ഈ പട്ടിക്കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി ആളുകൾ പട്ടിയെ മേടിക്കുന്ന ആളുകളുണ്ട്. പട്ടിക്കുഞ്ഞ് വളർന്ന് അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ രൂപീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് പലർക്കും, അപ്പോൾ ആ സമയം കൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു കൊച്ചിനെ പഠിപ്പിക്കുന്ന പോലെ തന്നെ പോട്ടി ട്രെയിനിങ്, എങ്ങനെ അപ്പി ഇടണം, എവിടെ ഇടണം എന്ന് ഒരു കൊച്ചിനെ നമ്മൾ പഠിപ്പിക്കുമല്ലോ. അപ്പോൾ അത്രയും ഒന്നും കഷ്ടപ്പെട്ടില്ലെങ്കിലും കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്ത്, ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്ത് പപ്പി അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ പഠിപ്പിക്കണം. എവിടെ മൂത്രം ഒഴിക്കണം, എവിടെ മൂത്രം ഒഴിക്കരുത്, എവിടെ അപ്പി ഇടണം, എവിടെ അപ്പി ഇടരുത് എന്ന് നമ്മൾ അതിനെ പഠിപ്പിക്കണം. അതിൻ്റെ മൂക്കുകൊണ്ട് അതിനകത്ത് മുക്കി അടിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മളൊരു കൊച്ചിനെ പോലെ തന്നെ അതിനെ തെറ്റ് പറ്റാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരു പ്രാവശ്യം കണ്ടത് ഒരു പാർക്കിലായിരുന്നു. ഇതേപോലെ തന്നെ ഒരു പുള്ളിക്കാരൻ ഡോഗിനെ എടുത്തിട്ട് നടക്കുന്നുണ്ട്. അപ്പം അത് അവിടെ കാഷ്ടിച്ചു. ഓക്കെ,
ബട്ട് അതിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരൻ അത് അവിടെ വിട്ടു പോയില്ല. അവിടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഉണ്ട്, അതേപോലെ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു, അതിലേക്ക് അത് അങ്ങ് എടുത്ത് അത് അവിടെ കെട്ടിയിട്ട് എന്താ പറയണ്ടേ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി കളഞ്ഞു. ഇത് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡോഗ്സിനെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് കൊണ്ട് വാക്ക് ചെയ്യുന്നതിൽ എനിക്കൊന്ന് ഏതൊരു കൺട്രി ആയാലും ഓക്കെ ആയിരിക്കില്ലേ. എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഇതിനൊരു തമാശയുണ്ട്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ അതിന്റെ പട്ടി അപ്പിയിട്ട് കഴിഞ്ഞാൽ അത് ഗ്ലൗസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് എ പൂപ്പ് ബാഗ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ബാഗാണ്. അതെ, സംതിങ് ലൈക്ക് ദാറ്റ്. അതിങ്ങനെ കയ്യിലോട്ട് കയറ്റിയിട്ടിട്ട് നമ്മളാ പട്ടിത്തിട്ടം നമ്മളിങ്ങനെ എടുത്ത ശേഷം നമ്മുടെ കയ്യിലൊന്നും കൈയുറ പോലെ വർക്ക് ചെയ്യുന്നത് അതിന് കറക്റ്റായിട്ട് കെട്ടി നമ്മൾ വേസ്റ്റിൽ നിക്ഷേപിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവിടെയുള്ള പട്ടികൾ ചോദിക്കുക, നമ്മളെ ഇവന്മാര് വളർത്തുന്നത് ഈ സാധനം പറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീ നോക്ക് എവിടെ നമ്മൾ ഈ സാധനം ഇട്ടാൽ ഇവന്മാർ എന്തായാലും ഇത് എടുത്തോണ്ട് പോകുന്നു. ഇതെന്തോ വലിയൊരു സാധനം. കോഴിയാണെങ്കിൽ അതിനെ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നത്, നമ്മൾ പട്ടി കഷ്ടത്തിന് വേണ്ടി വളർത്തുന്നത്. പക്ഷെ ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ അങ്ങനെ ചെയ്യണം. റോഡിലുള്ള പട്ടിക്ക് ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനോ ഒക്കെ മനസ്സുള്ള കുറെ ആളുകൾക്ക് പറ്റും. അതിനോടെങ്കിലും ഒരു ചെറിയൊരു അനുകമ്പയുള്ള ആളുകൾക്ക് പറ്റും. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിന്ന സാധനം മൊത്തം ഇതെവിടെയെങ്കിലും തൂറി വെക്കും. അതെ, എനിക്കൊന്ന് ഇപ്പം ചില കൺട്രീസ് ഇപ്പം ബാൻ ചെയ്തിട്ടുണ്ട് സ്ട്രേ കാറ്റ്സിന് ഫുഡ് കൊടുക്കുന്നത്. സ്ട്രേ കാറ്റിന് ഫുഡ് കൊടുക്കുന്നില്ല. ഇപ്പൊ കള്ളി ചെയ്യാൻ എവിടെ, ന്യൂസിലൻഡ് ആണോ, ലൈക്ക് സംവെയർ ദേ ആർ കള്ളിങ് കാറ്റ്സ്, ഫുൾ കാറ്റ്സിനെ. ഈ പറഞ്ഞ റീസെന്റ് ഇൻ ദുബായ് ഐ ബിലീവ് എല്ലാവരും അത് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇത് പെറ്റ് പെരുകുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഭക്ഷണം കിട്ടാതാവും, അസുഖങ്ങൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. നമ്മുടെ നാട്ടിലെ റേബീസ് പോലും തന്നെ കുറെ ഫെറൽ പോപ്പുലേഷൻ ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ദേഹത്ത് പാരസൈറ്റ്സ്, അതിന്റെ അസുഖം ഇവിടെ ഈ പാറവൊക്കെ വന്നിട്ട് എന്തോരം പൂച്ചകളെ ചെത്ത് കൊടുക്കുന്നത്. അപ്പം പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നീ വീട്ടില് പൂച്ച വളർത്തുന്ന ഒരാൾ അങ്ങനെ വളരെ കെയർഫുൾ ആയിട്ട് പുറത്തൊന്നും പുറത്തു പോകാറില്ല. ഇപ്പൊ എല്ലാവരുടെയും പൂച്ച അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ പുറത്തു പോകുന്ന ക്യാറ്റാണെങ്കിൽ ചിലപ്പോൾ അതിന് കറക്റ്റായിട്ട് വാക്സിനേഷൻ കിട്ടിയിട്ടില്ല, വാക്സിനേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പാർവ കിട്ടാം, പല അസുഖങ്ങളും കിട്ടാം, പാരസൈറ്റ്സ് കിട്ടാം. സോ ഫെറൽ പോപ്പുലേഷൻസ് നമ്മളതിന് ശരിക്കും അതിനെപ്പറ്റി നമ്മൾ ബോധേഡാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് എ ഷെൽട്ടർ. അതിനെ കൊണ്ടുവന്ന് അതിനെ വന്ധ്യംകരണം ചെയ്ത് അതിന് വേണ്ട പാരസൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ നമുക്ക് വസിപ്പിക്കാൻ പറ്റണം എവിടെയെങ്കിലും. ലേണിംഗ് നെവർ എൻഡ്സ്. എന്ത് സാധനത്തെ പറ്റി പഠിച്ചാലും പിന്നെയും കിടപ്പുണ്ട്. അപ്പം നമ്മളപ്പോൾ അത് പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയതാണ് ജോർജ് ഷോ മീ മെനി തിങ്സ്. എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതും കാര്യം. ദെൻ ഐ ഗോട്ട് എക്സ്പോഷർ. എനിക്ക് ധൈര്യം വന്നു വേറൊരു വീട്ടിൽ പോയി ഒരു ഡോഗിനെ, ഷെയ്ഖിൻ്റെ ഒക്കെ വീട്ടിൽ പോയി ഡോഗിനെ നമ്മൾ ട്രെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് പണി അറിയണം, അല്ലെങ്കിൽ അവര് പണി തരുന്നതിനെ പറ്റി നോട്ട് ഗുഡ്. നമ്മുടെ സമയം മെനക്കേട്, നമ്മൾ അവിടെ പോയിട്ട് അവരുടെ സമയം മെനക്കേട്. പട്ടി പറഞ്ഞ പോലെ നിന്നില്ലെങ്കിൽ. അതെ, ജോർജ് ഈ ഇവരുടെയൊക്കെ തന്നെ സിംഹത്തെയും പുലിയെയും ഒക്കെ ട്രെയിൻ ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ഒരു നായിനെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും അത് ഒരു പേടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി? നമ്മൾ അതിനെ വലിയ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുക, പാസീവായിട്ട്. അതിന്റെ കണ്ണിലൊന്നും നോക്കാതെ അത് നമുക്ക് നോക്കാമല്ലോ. പിന്നെ അതായത് നായയുടെ കണ്ണിലേക്ക് നോക്കുന്നത് ഡേഞ്ചറാണ്. കണ്ണിലേക്ക് നോക്കുന്നത് ഡേഞ്ചർ ആണെന്നല്ല, ലൈക്ക് അവർക്കൊരു പെർമിഷൻ കൊടുക്കുകയാണോ? കൾച്ചറുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കണ്ണിൽ നമ്മൾ രൂക്ഷമായിട്ട്, ഇപ്പം നമ്മൾ തമ്മിൽ അറിയത്തില്ല, നമ്മൾ അവർ ഒരു സ്ഥലത്ത് വെച്ച് കാണുവാണെങ്കിൽ ഞാൻ വെറുതെ നിന്റെ കണ്ണിലോട്ടങ്ങ് നോക്കുക. സോ വാട്ട് ഡു യു വിൽ ടേക്ക്? അതൊരു ഭീഷണിയായിട്ട് മനസ്സിലായി. ജപ്പാനിലൊക്കെ ആൾക്കാരെ ലൈക്ക് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനം ലൈക്കിനെ വെറുതെ ഒരാളുടെ കണ്ണിലോട്ട് നോക്കി അയാളെ ബുദ്ധിമുട്ട് ചെയ്യത്തില്ല. എല്ലാവരും ലൈക്ക് തല എപ്പോഴും ഒരു കുറച്ച്, നമ്മുടെ കേരളത്തിലേക്ക് ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കും ആൾക്കാർ. അപ്പോൾ പട്ടിക്കും അത് നമ്മൾ അറിയാവുന്ന പട്ടിയാണെങ്കിൽ ഇപ്പം അഫൂർ ആണെങ്കിലും ചെയ്സ് ആണെങ്കിലും മാക്സ് ആണെങ്കിലും ഫ്രേ ആണെങ്കിലും ദേ ലുക്ക് ഇൻ ടു മൈ ഐസ്. ബിക്കോസ് വൈ ദേ ലുക്ക് ഇൻ ടു മൈ ഐസ്? ഫോർ ഡിറക്ഷൻസ്. ഞാൻ അറിയാൻ വയ്യാത്തൊരു പട്ടിയുടെ കണ്ണിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിനർത്ഥം ചിലപ്പം സ്നേഹമാണെങ്കിൽ ഓക്കെ, നമ്മൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പട്ടിയും കൺഫ്യൂസ്ഡ് ആവും. അവരുടെ ശരീരപ്രകൃതത്തിൽ പേടിയുള്ള പട്ടിയാണെങ്കിൽ ഇങ്ങനെ വാല് ഒരു മെയിൻ ഇൻഡിക്കേഷനാണ്. മടക്കി അടി, പട്ടി വാല് മടക്കി ഓടി എന്ന് പറയും. വാല് മടക്കി കാലിൻ്റെ അടി വെച്ചേക്കും. ചെവിയൊക്കെ ലൈക്ക് ഇങ്ങനെ ബാക്കിലോട്ട്. ചിലപ്പോൾ നമ്മൾ ഐ കോണ്ടാക്ട് തന്നെ തരത്തില്ല, പട്ടി പേടിച്ച് ഇങ്ങനെ ഇരിക്കാൻ. ഫിയർ ആണെങ്കിൽ പിന്നെ ഷിവർ ചെയ്യും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് പാൻറ് ചെയ്യും. സ്ട്രെസ് വന്നാലും വരും. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡോഗാണെങ്കിൽ ലൈക്ക് ഇങ്ങനെ വാലൊക്കെ നല്ല പൊക്കി
നെഞ്ചൊക്കെ വിരിച്ച് പുറത്തെ രോമമൊക്കെ ഇങ്ങനെ എണീക്കുക ചിലപ്പോൾ കൈൻഡ് ഓഫ് ഫിയർ കൊണ്ടും വരാം. ഫിയറും അഗ്രഷനും വന്നു കഴിഞ്ഞാൽ ഈ പുറത്തെ ഈ ഷാക്കിൾസ് ഒക്കെ പൊങ്ങി വരും. ഓവറോൾ ലൈക്കിനോ ഒരു ഡോഗ് നമ്മളെ വന്ന് ഗ്രീറ്റ് ചെയ്യുക, അല്ല നമ്മൾ പോയി ഡോഗിനെ ഗ്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ മണപ്പിക്കാൻ അങ്ങോട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ എടുക്കുമ്പോഴായിരിക്കും പട്ടി കടിക്കുന്നത്. ഈ ഹാൻഡും ആ പട്ടിയായിട്ടുള്ള ബന്ധം എന്തുവാ? യു നെവർ ടച്ച് ദിസ് ഡോഗ്. പിന്നെ എന്തോ ഉദ്ദേശത്തിലാണ് നിങ്ങൾ വേറൊരാളെ പട്ടിയെ തരണം? അൺലെസ് അതിൻ്റെ ഹാൻഡ്ലറോ അല്ല ആ പട്ടിയെ ഡോഗിനെ അറിയാമെന്ന് ഒരാൾ പറയടെ അതിനെ തൊട്ടാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ തൊടുന്നതിനുള്ള ആളുകൾ അറിയാതെ പട്ടി ഇങ്ങനെ, പട്ടിയുടെ മെയിൻ ടൂളെന്ന് പറഞ്ഞാൽ മൂക്ക. ആദ്യം മൂക്ക് വെച്ചിട്ട് ഇവൻ്റെ കയ്യിൽ എന്തോ വല്ലതും തിന്ന് ഇറച്ചിയുടെ വല്ലതും മണം വല്ലതും ഉണ്ടോയെന്ന് ജസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പൂച്ചയെ തൊട്ടിട്ട് വരുന്നതായിരിക്കും. ദേ ക്യാൻ സ്മെൽ. അത് സ്നിഫ് അങ്ങോട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ വിചാരിക്കും പെറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. അപ്പോൾ ആളുകൾ തലയിലൊക്കെ തൊടും, അപ്പോൾ കടിക്കും. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ ഇപ്പം ഈ അടുത്തായിട്ട് ഒരുപാട് തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും പൊതുവെ? അവർക്ക് ഫുഡ് കിട്ടാനിട്ടാണോ അതോ അവർക്കൊരു ഫിയർ വന്നിട്ടാണോ? അൺകൺട്രോളബിൾ ആയിട്ടുള്ള പോപ്പുലേഷനിലുള്ള ഇൻക്രീസ്, നമ്മളതിനെ ശരിയായ രീതിയിലുള്ള വന്ധ്യംകരണോ അതിൻ്റെ മാനേജ്മെൻറ്റ് ശരിയായ രീതിയിലാണ്. ഒരു മനുഷ്യൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ പട്ടിയുടെ കാര്യം നോക്കാൻ ആർക്ക് പറ്റും? അപ്പോൾ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മളും ജനങ്ങളും ബോധവാന്മാരാവണം. മനസ്സിലായി? അവരും അതിനകത്ത് എല്ലാം ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടി കത്ത് കഴിഞ്ഞാൽ എടുത്ത് കുഴിച്ചിടാൻ പോലും ആളില്ല. അപ്പോൾ ഫെറൽ പോപ്പുലേഷൻസ് ഭയങ്കരമായിട്ട് കൂടും. ഡോഗ്സ് ഒരു 2-3 ജനറേഷൻ ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ തൊട്ട് വൈൽഡിൽ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളോട് പറയുന്നതിനോട്ട് ഇണങ്ങത്തില്ല. എനിക്ക് പട്ടിയോട് പണ്ടേ സ്നേഹം നല്ലോണം ഉണ്ട്, പക്ഷേ എനിക്ക് പേടിയായിരുന്നു അവരടുത്ത് വരുന്ന സമയത്ത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ജിജോയുടെ പട്ടികളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഐ വാസ് ലൈക്ക് ഫ്രോസൺ കംപ്ലീറ്റ്ലി. അഫൂർ എൻ്റെ അടുത്ത് വന്നോ, സ്പെഷ്യലി ദാറ്റ് ബിഗ് ഡോഗ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ ഫ്രോസൺ ആയിരുന്നു. പിന്നീട് അത് ആ പേടി മാറി. ഇപ്പം എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, സ്നേഹം ഇല്ല എന്നായിരുന്നില്ല, പേടി ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് അടുത്തേക്ക് വരുന്ന സമയത്ത്. അത് പണ്ടേ വളർന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം അവരോടുള്ള പേടി എനിക്ക് മാറി എന്ന് വിചാരിച്ചിട്ട് ഏതൊരു പട്ടിയെ കാണുന്ന സമയത്തും എനിക്ക് അവിടെ പോയിട്ട് എന്താ പറയണ്ടേ ഒരു സ്നേഹം കാണിക്കാൻ പറ്റുമോ? എല്ലാ അതിന്റെ ഓണർ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഓണർ ഉണ്ടെങ്കിൽ ഓണർ കംപ്ലീറ്റ് ആയിട്ട് ഓണർ പറയുവാണെങ്കിൽ മാത്രമേ അതിന്റെ ഡോഗിനെ ടച്ച് ചെയ്യൂ. ഓണറിന് ഉറപ്പില്ലെങ്കിൽ യു ഡോണ്ട് ടച്ച് ദ ഡോഗ്. ഓക്കെ, അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഡോഗ്സ്. അക്സെപ്റ്റ് ചെയ്യണോ ഇല്ലയോ എന്നുള്ള, കാരണം എൻ്റെ ഉള്ളിലെ പേടി മാറിയല്ലോ. അപ്പൊ എനിക്ക് അവരോട് പേടിയില്ല എന്ന് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിനക്ക് പേടിയില്ലായിരിക്കും, പക്ഷെ പട്ടിക്ക് പേടിയാണ്. മനസ്സിലായോ? അതുകൊണ്ടാ തുടരുതെന്ന് പറഞ്ഞു. അതാണ്ട് ഓണർ പറയുക. കാരണം പട്ടി ഒരു കാര്യം നേരത്തെ ഇപ്പൊ വേറെ ഫ്രണ്ട്സിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ള ഡോഗ്സ് ആണെങ്കിൽ അവരെ സോഷ്യലൈസ് ചെയ്യേണ്ടത് അത് അയാൾക്ക് അറിയുന്നത്. അതിനെ സോഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ? ഇതിനൊരു ചെറിയൊരു സോഷ്യലൈസേഷൻ വിൻഡേ ഉള്ളൂ. ആദ്യത്തെ ഈ ഒരു ഡോഗ് വളർന്ന് വലുതായി കഴിയുമ്പോൾ അത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ പോകാനുള്ള സാധ്യതകളുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ. ഇപ്പം ഒരു 1-2 വർഷം പ്രായമുള്ള ഒരു പട്ടിയെ ആദ്യമായിട്ട് ആ വണ്ടി കയറ്റുന്നുണ്ടെങ്കിൽ പട്ടി ഛർദ്ദിച്ച് വെള്ളം വെച്ച് ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി പൂറി ആ വിഷയം ഉണ്ടാക്കും. എല്ലാ ഡോഗ്സും എല്ലാ ബ്രീഡുകളും കിഡ്സ് ഫ്രണ്ട്ലി ആണോ അതോ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പെസിഫിക് ബ്രീഡ്സ് ഉണ്ടോ? അതായത് ഒരു ഫാമിലിക്ക് എപ്പോഴും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. കിഡ്സ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൺ തിങ് ഈസ് ലൈക്ക് സൈസ് മാറ്റേഴ്സ്. ഇപ്പോൾ വലിയൊരു ഗ്രേറ്റ് ഡെയിൻ 70-80 കിലോ ഒക്കെ വരുന്ന ഒരു ഡോഗ് ഒരു പശുവിൻ്റെ അത്രയുണ്ട്. അപ്പോൾ വെന്തേ മൂവ് കിഡൊക്കെ പറന്നു പോകും. അഫൂറിന്റെ തന്നെ വാല് വെച്ചിട്ടുള്ള അടി അത്യാവശ്യം ഒരു വടി വെച്ച് അടിക്കുന്നതിൻ്റെ കൂട്ടുന്ന വേദനയാണ്. അപ്പോൾ ഒരു തീരെ ഒരു ടോഡ്ലർ ഉള്ളൊരു വീട്ടില് ഈ പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമ്പോൾ കൊച്ചിന് അടിമേടി കടിക്കത്തില്ല. പിന്നെ ഷിവാവയ്ക്കെന്ന് പറഞ്ഞാൽ ഓൾറെഡി ദ ഡോഗ് നോസ് ഹി ഈസ് വെരി സ്മോൾ. അത് അവന് ആദ്യമേ മനസ്സിലാവും. അവന് മറ്റുള്ളവരോട് ചാടുമ്പോഴൊന്നും ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ഹിസ് ലിമിറ്റേഷൻസ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊച്ചു കുട്ടികളെ തൊട്ട് പ്രായമുള്ളവരെ അവരെ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി പട്ടിക്കുണ്ട്. ഇപ്പോൾ കൊച്ചു കുട്ടികൾ പ്രശ്നക്കാരാണെന്നും അവർ ചിലപ്പം വന്ന് കാലെ പിടിക്കാനും എന്തെങ്കിലും എടുത്ത് അടിക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ശിവാവ ആദ്യമേ പോയി കൊച്ചിനൊരു കടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? അവർ പേടിപ്പിച്ചൊരു സ്ഥലത്ത് നിർത്തും. അതറിയാൻ വയ്യാത്ത പിള്ളേരാ അല്ലെങ്കിൽ അതറിയാൻ വയ്യാത്ത രക്ഷകർത്താക്കളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഈ ചെറിയ ഡോഗ്സിനെയൊക്കെ പറഞ്ഞാൽ ഹൗസ് ട്രെയിനിങ് ചെയ്യാനും പാടാം. പോട്ടി ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ വാട്ട് മേക്സ് യു ഡിഫറെന്റ് ഫ്രം അതർ ട്രെയിനേഴ്സ്? വാട്ട് മേക്സ് മീ ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
whoever follows this positive training, same തന്നെയാണ്, because we are all following similar method. because പോസിറ്റീവ് ട്രെയിനേഴ്സ് എന്ന് പറയുന്ന കുറേ ആളുണ്ട്. അതായത് പോസിറ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ച് മാത്രം പട്ടിയെ ഭക്ഷണം കൊടുത്തോ, അതായത് ഫുഡിലോ മാത്രം ട്രെയിനിങ്, ഫുഡിലോ പ്രശംസയിലോ ടോയിലോ മോശമായിട്ടൊന്നും തല്ലരുത്. അപ്പൊ ഞാനും പട്ടിയെ തല്ലരുതെന്ന് പറയാൻ കൂട്ടത്തില്ല, പട്ടിയെ തല്ലരുത്. ചില സമയത്ത് പക്ഷെ പട്ടിയെ ശാസിക്കാം, ഒരു കൺട്രോൾ പോയി പോകില്ല, അവരെന്തെങ്കിലും പറഞ്ഞു. എന്നാലും പട്ടിയെ തല്ലാൻ പാടില്ല. പട്ടിയെ തല്ലാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഈ വടി ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിനുള്ള ഒരു ഡോഗിനെ ഈ വടി എടുത്ത് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അയാളെ കടിക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വടിയുടെ അടി കൊണ്ട് പട്ടി പേടിച്ച് ഓടുകയാണെങ്കിൽ പിന്നെ ഇയാൾ അടിക്കും, പട്ടി വടി എടുക്കുന്ന ആളെ കടിക്കാനേ നമ്മൾ പഠിപ്പിക്കത്തുള്ളൂ. there are 4 quadrants of dog training: നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്. ഈ 4 ക്വാഡ്രന്റുകളാണുള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റാണ്. അപ്പോൾ ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് വിചാരിക്കും നമ്മൾ പട്ടിയെ തല്ലുവാന്ന്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമൻ വേൾഡ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ലൈക്ക് നീ ഒരു കാറിൽ കയറിയിരുന്നു, ഡ്രൈവ് ചെയ്യാൻ കയറിയിരുന്നു. ദെൻ വെൻ യു സ്റ്റാർട്ട് ദ കാർ യു ഫോർഗോട്ട് ടു പുട്ട് ദ സീറ്റ് ബെൽറ്റ്. ഓക്കെ, ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഫൈന് വീഴുന്നതിന് മുമ്പ് തന്നെ കാർ വിൽ ടെൽ യു ടിങ് ടിങ് ടിങ്, ആ സൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതെന്തോ അത് നമ്മളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഇറ്റ്സ് ആൻ അനോയിങ് തിങ്, റൈറ്റ്? അപ്പം നീ എന്ത് ചെയ്യും? ഈ പുട്ട് സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഡോഗിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ലീഷാണ് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ വെൻ യു ഗീവ് നമ്മളൊരു ലീഷ് പ്രഷർ കൊടുക്കും. വെൻ ദ ഡോഗ് കംപ്ലൈൻസ്, ഡോഗിനോട് സിറ്റ് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്, ഡോഗ് സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ടേക്ക് ദാറ്റ് പ്രഷർ അവേ. നെഗറ്റീവ് ടു ടേക്ക് സംതിങ് അവേ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമ്മളൊരു ഫുഡ് കൂടെ ഇരുന്നതിന് നമ്മളൊരു ഫുഡ് കൊടുക്കുന്നു, ഒരു പ്രൈസ് കൊടുക്കുന്നു. ദാറ്റ്സ് വി ആർ ഓക്കെ പോസിറ്റീവ് ആഡിങ് റീഇൻഫോഴ്സ്മെന്റ്. പിന്നെ പോസിറ്റീവ് പണിഷ്മെന്റ്. പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം, അതിനറിയാം. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാനും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാനും, പുറമോട്ട് പോകാൻ പറഞ്ഞാൽ പുറമോട്ട് പോകാനും, ചാടാൻ പറഞ്ഞാൽ ചാടാനും, കടിക്കാൻ പറഞ്ഞാൽ കടിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുന്നത് അത് പിള്ളേരായാലും ഡിപ്പെൻഡ് ഓൺ us, റൈറ്റ്? ഈ ഭക്ഷണം കൊടുക്കുന്നത് യജമാനനാണെങ്കിൽ യജമാനൻ പറയുന്നത് കേൾക്കണം. അപ്പോൾ അതിന് യു ക്യാൻ പണിഷ്. അതെങ്ങനെ പണിഷ് ചെയ്യണം എന്നുള്ളത് അത് ആ ട്രെയിനറിൻ്റെ ഇതുപോലെ ഇരിക്കും. ബിക്കോസ് ഒരു ഡോഗിനെ നമ്മൾ ആവശ്യമില്ലാതെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് വിൽ നമ്മളോടുള്ള ട്രസ്റ്റ് പോകും. യു വിൽ ബ്രേക്ക് ദ ഡോഗ്. അതിനകത്ത് ഒരു സംഭവം കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പണിഷ്മെന്റ്. അതായത് കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ ബോൾ കൊടുക്കും. ഇപ്പോൾ നേരത്തെ ഞാനിപ്പോൾ മാക്സ് ശരിക്കും ഇത്രയും നല്ലൊരു ബുദ്ധിയുള്ളൊരു ജീവി വേറെ ഇല്ല തന്നെ പറയാം അല്ലേ? ബുദ്ധിയുള്ള ജീവികളുണ്ട്, മനുഷ്യനുമായിട്ട് ടീമപ്പ് ചെയ്യുന്ന ജീവികളുണ്ട്. സം കൈൻഡ് ഓഫ് ഒരു ഇന്റേണൽ കണക്ഷൻ ഉണ്ട് മനുഷ്യരുമായിട്ട്. സി ഇഫ് യു ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി, യുദ്ധങ്ങൾക്കായാലും അതിനു മുമ്പ് മനുഷ്യൻ വേട്ടയാടുന്ന സമയത്താണെങ്കിലും പട്ടിയില്ലാതെ മനുഷ്യൻ ഇവിടെ വരെ ഒന്നും എത്തത്തില്ല. ബിക്കോസ് നമ്മുടെ മൂക്കിന്റെ പവർ ഒരുപക്ഷെ കുറച്ചത് പട്ടിയായിരിക്കും. നമുക്ക് മൂക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഇരുട്ടത്തായാലും ദൂരെ നിന്ന് വരുന്ന ഒരു ശത്രുവിനെയോ ഒരു ജീവിയോ എല്ലാം അതിന് അറിയാൻ പറ്റും, ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. നമ്മൾ ഈ ഖത്തറിലൊക്കെ കാണുന്ന സലൂക്കി എന്ന് പറയുന്ന ഒരു ബ്രീഡ്, നമ്മുടെ നാട്ടിലെ രാജപാളയം, കന്നി പോലൊക്കെയുള്ള സൈറ്റ് ഹോം, നല്ലൊരു സ്പോർട്ടി ലുക്കില്ല. അത് അവര് പണ്ട് ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ഈ മരുഭൂമിയിൽ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു മുയലിനെയോ കുറുക്കനെയോ ഒക്കെ ഇട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറക്കുന്ന ഫാൽക്കണും ഈ ഓടുന്ന പട്ടിയും ഉണ്ടെങ്കിലേ പറ്റും. മഞ്ഞ് സ്ഥലത്താണെങ്കിലും വണ്ടി വലിക്കാനാണെങ്കിലും വേസ്റ്റ് കണ്ടീഷനിൽ വേറൊരു ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു പട്ടിയെ അവർ കഴിക്കും. പിന്നെ പല സ്ഥലങ്ങളിലും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും ബേസിക്കലി ഹണ്ടിങ്, പ്രൊട്ടക്ഷൻ, എല്ലാത്തിനും വേണ്ടി മനുഷ്യന്റെ കൂടെ കൂടിയതുകൊണ്ട് ഒരു സിംബയോട്ടിക് റിലേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഐ സീ ലോട്ട് ഓഫ് ബ്രീഡ്സ് നല്ല കോസ്റ്റ്ലി ആയിട്ട് ഉണ്ട്. ബട്ട് സെയിം ടൈം ഞാൻ കുറേ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട് അഡോപ്ഷന് കൊടുക്കുന്ന ആളുകൾ. അതിന്റെ സീരിയസ്നെസ് അപ്പൊ അറിവില്ലായ്മ കൊണ്ട് വാങ്ങിയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ റെസ്ക്യൂ ചെയ്തിട്ട് ഒരുപാട് ഡോഗ്സ് ഉണ്ട്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആ നമ്പേഴ്സ് റീസെന്റ് നോക്കുകയാണെങ്കിൽ കുറെ കൂടുതലായിട്ട് കണ്ടു. അതിതാ ബേസിക്കലി നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന 30 സെക്കൻഡ് 60 സെക്കൻഡ് വീഡിയോയിൽ ഒരു പട്ടി ചാടുന്നതും പെയിന്റ് അടിക്കുന്നതും ചായ ഇടുന്നതും ഒക്കെ അത് ഒരു ട്രെയിനർ അതിന്റെ പിന്നിൽ വർഷങ്ങളോളം സ്പെൻഡ് ചെയ്ത് ഒരു ലൈക്ക് എ മെഡിറ്റേഷൻ, ദേ ട്രെയിൻ ഇറ്റ്. എന്നിട്ട് അത് പെട്ടെന്ന് നിങ്ങൾ ഇതിൽ കാണുമ്പോൾ നിങ്ങളുടെ വിചാരം ഈ ഒരു ഇനത്തെ മേടിച്ച് ഈ ഇനം അടിപൊളിയായിട്ട് അനുസരിക്കും, ഈ ഇനം അടിപൊളി. അങ്ങനെ ആളുകൾ ഇങ്ങനെ പല ഇനങ്ങളും മേടിക്കും. പപ്പി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വീട്ടിനകത്ത് പട്ടിയും കൊണ്ട് തൂറാൻ തുടങ്ങി കഴിഞ്ഞാൽ, പെടുകാൻ തുടങ്ങി കഴിഞ്ഞാൽ, രോമം കൊഴിയാൻ തുടങ്ങി കഴിഞ്ഞാൽ
ചിലപ്പോൾ വെളിയിലോട്ട് പെടുക്കാൻ ഇറക്കുമ്പോഴേക്കും പട്ടി നമ്മളെ വലിച്ചോണ്ട് പോകുന്നത്. കണ്ടം വഴി പൂച്ച ഇവിടെ എല്ലാം പൂച്ച, ഞാൻ പറഞ്ഞില്ലേ പൂച്ചയുടെ അടുത്ത് വന്ന് പട്ടിയെ ഗാർഡ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. എല്ലാവരെയും കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ അവർ ഉപേക്ഷിക്കും, കൊണ്ട് കളയും. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഏജ് ഒരു പട്ടിയെ എടുക്കുകയാണെങ്കിൽ ആ പട്ടിക്ക് എത്ര ഏജ് ആയിരിക്കും? പപ്പി ആയിട്ട് എടുക്കുകയാണോ അല്ല നമുക്കൊരു അഡൽട്ട് പട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? സി അത് ഡിപ്പെൻസ് ഓൺ ഹൗ മച്ച് കെയർ യു ക്യാൻ ടേക്ക്. ഒത്തിരി ചെറിയ പപ്പീസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കെയർ കൂടുതലാണ്. കൊച്ചു പിള്ളേരുടെ കൂടെ കൂടുതൽ തവണ ഭക്ഷണം, കൂടുതൽ തവണ അപ്പിയിടണം, മൂത്രമൊഴിക്കണം, കുറച്ച് ഹാസിൽസ് ഉണ്ട്. ഫ്രേയുടെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണ്. ഫ്രേ ഞാൻ ഏർലി സ്റ്റേജിൽ എനിക്ക് എടുക്കേണ്ടി വന്നു. മദർ വാസ് നോട്ട് ഡൂയിങ് വെൽ. അപ്പോൾ കുറച്ച് ഏർലി സ്റ്റേജിൽ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഏർലി സ്റ്റേജിൽ എടുത്തിട്ട് വന്നപ്പോൾ രാത്രിയിലൊക്കെ കൊണ്ടുവന്ന ദിവസം ഞാൻ രാത്രി എണീക്കും, അതിൻ്റെ പാഡ് മാറ്റും, അല്ലെങ്കിൽ അത് അതിൽ കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞല്ലേ അതിനറിയത്തില്ല. ചെറിയ പ്രായത്തിൽ അങ്ങനെ പല മോശം സ്വഭാവങ്ങൾ നമ്മളത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ല. പട്ടി അതിനകത്ത് തന്നെ കിടക്കുമെന്ന് ചിലപ്പോൾ നാളെ കാലത്ത് പല പട്ടി കിട്ടുന്നില്ല. നമ്മൾ റീസെൻ്റ്ലി നാട്ടിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. ജർമ്മൻ ഷെപ്പേർഡ് 10 months old. ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ ട്രെയിനിങ് വേണ്ട. ട്രെയിനിങ് അല്ല, ഈ പട്ടി ഇത് അപ്പിയിട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കഴിക്കും, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നക്കി വൃത്തിയാക്കും. ഇത് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പട്ടിയെ എന്നാ എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വളരെ ഏർലി 35 days എന്തോ ഉള്ളപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എന്തോ പട്ടിയെ കൊണ്ടുവന്നു. ദാറ്റ്സ് എ വെരി യങ് ഏജ്. അതിനൊന്നും അറിയത്തില്ല. ഇപ്പോൾ അമ്മയുടെ കൂടെയും സിബ്ലിങ്സിൻ്റെ കൂടെയും പട്ടി കിടക്കുന്ന സമയത്ത് അത് കുറേ കാര്യങ്ങൾ പഠിക്കും. കാരണം അവർ കിടക്കുന്ന സ്ഥലം വൃത്തികേടാക്കരുത്. അവിടുന്ന് എല്ലാവരും വെളിയിൽ പോയി എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി എല്ലാവരും ഒഴിക്കും. മനസ്സിലായി? പട്ടിയുടെ അമ്മയുടെ അടുത്തു നിന്ന് അത് നേരത്തെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് അതിന് ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ ഇത് ഗട്ട് ബാക്ടീരിയ ഫ്രം ദ മദർ, പാൽ കുടിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ബാക്ടീരിയകളും കാര്യങ്ങളും ഒക്കെ കുറേ നഷ്ടപ്പെടും. പിന്നെ ഹൗ ടു പ്ലേ, അവരുടെ സിബ്ലിങ്സിൻ്റെ കൂടെ അവർ കടിയൊക്കെ ഉണ്ടായി അതിന് വായയുടെ ഉപയോഗമൊക്കെ അവർ കറക്റ്റായിട്ട് പഠിക്കും. അപ്പോൾ ഈ പുള്ളി കൊണ്ടുവന്ന സമയത്ത് ഇതൊന്നും കറക്റ്റായില്ല. early exposure to human beings, early exposure to anything maybe. അപ്പോൾ ആദ്യമേ ഒത്തിരി സോഷ്യലൈസ് ചെയ്യാൻ നോക്കിക്കാണും. കൊച്ചു കുട്ടികളായാലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ആൾക്കൂട്ടത്തിനിടയ്ക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കൊച്ചു പ്രായമില്ലാത്ത നിന്റെ മോള് ഭയങ്കര ഷൈ അല്ലേ ചില സമയത്ത്. ഇപ്പോൾ നൗ ഷീസ് ഓപ്പണിങ് അപ്പ്. പക്ഷെ നീ എന്നാലും ഒരു അവര് നമുക്ക് തന്നെ ചിലപ്പോൾ അവർ ചിലരുടെ ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കൊച്ചു കുട്ടികൾക്ക് സ്ലോലി ഓപ്പൺ. പട്ടിക്കുഞ്ഞുങ്ങളും അങ്ങനെ. അപ്പൊ എന്നിട്ട് ഞാൻ ചോദിച്ചു ലൈക്ക് ഡോഗിനെ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ചെറിയ രീതിയിൽ, ബിക്കോസ് ഇതിനെ മൂത്രം ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാൻ പുറത്ത് നിൽക്കണം. ചെയ്യത്തില്ല, മൂത്രം ഒഴിക്കത്തില്ല, അപ്പിയിടത്തില്ല. ദ മൊമെന്റ് ഹി ടേക്ക് ദ ഡോഗ് ഇൻസൈഡ് പട്ടി അപ്പിയിടും. അപ്പോൾ പുള്ളി പറയാം ഞാനാണെങ്കിൽ പട്ടി കൂട്ടിൽ മൂത്രം ഒഴിച്ചു. രാവിലെ ഞാൻ കുറേ നേരം പുറത്ത് നിന്നിട്ട് അകത്ത് കൊണ്ടുവന്നപ്പോൾ ഒഴിച്ചു. ഞാനത് കണ്ടു. അപ്പോൾ ഞാൻ ഹോസ് എടുക്കാനായിട്ട് ഓടി പട്ടിയെടുത്ത് എന്താ വിളിച്ചു പറഞ്ഞാൽ പുള്ളി ഓടുന്നത്. പുള്ളി വന്നപ്പോഴത്തേക്ക് പട്ടി അത് പണി ചെയ്തു. അപ്പം പട്ടി എന്തോ പഠിക്കുന്നത്, അതായത് ഇയാൾ എന്നെ അപ്പിയിട്ട് ഇയാൾ എന്നെ അടിക്കും, മൂത്രം ഒഴിച്ചാൽ ഇയാൾ എന്നെ അടിക്കും. അപ്പം കൂട്ടിൽ ഇത് സംഭവം ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിയുടെ വെപ്രാളോടെ കാണുമ്പോഴത്തേക്ക് പട്ടി ഇവർക്ക് എങ്ങനെ തെളിവ് നശിപ്പിക്കണമല്ലോ. മേ ബി അതായിരിക്കാം. പിന്നെ മേ ബി ജെനറ്റിക്, മേ ബി ലേൺ ഫ്രം ദ മദർ. പക്ഷെ ഞാൻ മിനിമം ടൈം മദറിന്റെ കൂടെ നമ്മൾ വിടണം. അത് വിടണം. അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അറിയണം. ഒരു അമ്മയുടെ പണി നമുക്ക് എടുക്കാൻ പറ്റണം. ദാറ്റ് യു നീഡ് ഹെൽപ്പ് ഫ്രം പീപ്പിൾ, അത്രേ ഉള്ളൂ. അതെ അതെ. ഞാൻ കണ്ടിടത്തോളം ഒരു മനുഷ്യന്റെ ഒരു കുട്ടിയെ മനുഷ്യൻ അവരുടെ കുട്ടിയെ നോക്കുന്ന പോലെ തന്നെ കുട്ടിയെ നോക്കുന്നതിന് അത്രയും സമയം ഇതിന് വേണ്ട. ഇപ്പം നമ്മളൊരു മനുഷ്യക്കുട്ടിയെ ഒരു 7 വയസ്സ് കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സാധനം നമുക്ക് പട്ടിയെ നമുക്കൊരു 10 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഈവൻ ഷോർട്ടർ പീരീഡ് ബേസിക് മാനേഴ്സൊക്കെ നമുക്കൊരു 3 weeks 4 weeks കൊണ്ട് അത്യാവശ്യം ഭയങ്കര പെട്ടെന്ന് പഠിക്കും. ചെറിയ പട്ടികൾ പെട്ടെന്ന് പഠിക്കും, വലിയ പട്ടികൾ പഠിക്കും. പക്ഷെ ടേക്സ് ടൈം, കുറച്ചുകൂടെ റെപ്പറ്റീഷൻസ്. നമ്മൾ ഓൾറെഡി തെറ്റായ ഒരു സ്വഭാവം അത് മാറ്റാനാണ് പാട്. പുതിയതായിട്ടൊരെണ്ണം പഠിപ്പിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പഠിച്ച ഒരു സാധനം മാറ്റിയെടുക്കാൻ നമ്മൾ പറയുന്നില്ലേ പ്രോഗ്രാം ചെയ്തിട്ട് അവിടെ വെച്ച പോലെ തന്നെ അത് മാറ്റി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡോഗ്സിനെ വീട്ടിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഹെയറിൻ്റെ ഇഷ്യൂസ്, അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ബ്രഷ്, മോപ്പ്, പിന്നെ വാക്യൂം ക്ലീനർ, പിന്നെ ഈ സാധനം ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ അല്ലേ, ഇത് പഴയ മോഡലാണ്. ഇത് ഇവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവൻ പോയി എല്ലായിടവും ഇങ്ങനെ കറങ്ങി ക്ലീൻ ചെയ്ത് വരും. എന്നിട്ട് അവിടെ വന്ന് തിരിച്ചു വന്നിരിക്കും, ചാർജ് ചെയ്യും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫിൽറ്റർ എപ്പോഴും ക്ലീൻ ചെയ്യണം. ബിക്കോസ് ഒരു ദിവസം കൊണ്ട് നിറയും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവൻ വെറുതെ അവിടെ പോയി അവിടെ എല്ലാം തുപ്പി വെച്ചിട്ടും ഡോഗിൻ്റെ ഹെയർ. ആൻഡ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ബിഗ് ഡോഗ് ഹെയർ. ഈ ചെറിയ ചിവാവ ഈവൻ ചേസിൻ്റെ ഒക്കെ രോമം പിടിക്കാൻ നല്ലതാണ്. ഒരു ദിവസം ഈ സാധനം ചേസ് ബാത്റൂമിൽ, ഈ വീട്ടിലല്ല, ചേസ് ബാത്റൂമിൽ പോകും ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി. അവന് കറക്റ്റ് അറിയാം ടോയ്ലറ്റിനകത്ത് പോയിട്ട് കഴിഞ്ഞാൽ വിഷയമില്ല, ലൈക്ക് ഐ ക്യാൻ ഈസിലി ക്ലീൻ.
ഈ റോബോട്ട് ബാത്റൂമിൻ്റെ ഡോർ തള്ളി തുറന്ന് പോയിട്ട് മറ്റേ സാധനം ബ്രഷ് ഇട്ട് ഇങ്ങനെ കറക്കി അടിച്ച് അന്നേരം ഞാനിത് കണ്ടിട്ട് അന്ന് ഇച്ചിരി നല്ല സാധനം നല്ല കട്ടിക്കൊക്കെ ഉള്ളതായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ മാക്സിമം എന്നെ കൊണ്ടെല്ലാം പറ്റുന്നതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ കുറേ നാളത്തേക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം ഞാൻ വന്നപ്പോണ്ടോ ഇത് ഇവൻ പണ്ടത്തേൻ്റെ പിന്നത്തേതായിട്ട് ഈ പണി ചെയ്തേക്കുന്നു. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ക്ഷമിക്കത്തില്ല, ഞാൻ നിനക്ക് നല്ലൊരു വാഷ് ചെയ്യാൻ തരുമെന്ന് പറഞ്ഞിട്ട് മറ്റേ ഇല്ല ഷത്താഫ് വെച്ചിട്ട് നല്ലൊരു അടിച്ച് കഴുകി കൊണ്ട് വർക്ക് ചെയ്യും. സാധനം വർക്ക് ചെയ്യുന്നില്ല, സാധനം ചത്തു. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ഇവന്മാരെല്ലാം 4 അവന്മാരോട് ഉണ്ടായതുകൊണ്ട് ഈ സാധനം മേടിച്ചു. ഇതിന് ഒരു ചേമ്പറൊക്കെ ഉണ്ട്, ഇതിന് മോപ്പിങ്ങും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവന് പട്ടിതീട്ടം കണ്ടു കഴിഞ്ഞാൽ ഒഴിവായി പറയാം. മനസ്സിലായോ? ഇവൻ ടോയ്സ്, വയറ്, ഡോഗ് ഷിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഡിക്റ്റേറ്റ് ചെയ്ത് അവിടെ നിന്ന് മാറിപ്പോവും. പക്ഷെ ഡോഗ്സ് വോണ്ട് പൂപ്പ് ഇൻ കേസ് അതുണ്ടെങ്കിലും. ഇപ്പം ഈ 4 ഡോഗ്സ് ഒക്കെ ഉള്ളിടത്ത് ഈ സാധനത്തെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവനും പണി കിട്ടും. ഹി കനോട്ട് ഹാൻഡിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഞങ്ങൾ വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. ബൈ.